കൊച്ചി പാലാരിവട്ടം പോലീസിനെതിരെ അൻസിബ ഹസൻ രംഗത്ത്. തന്റെ പരാതിയിൽ കേസെടുത്തെന്ന ആഭ്യന്തരമന്ത്രിയോട് പോലീസ് കള്ളം പറഞ്ഞെന്ന് അൻസിബ ആരോപിക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ താൻ താമസിച്ച ഹോട്ടലിൽ പരിശോധന നടത്തിയത് പ്രതികളെ സഹായിക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടിയായിരുന്നു എന്നും അനുകൂലമായി ഒന്നും ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ പരാതി മാനനഷ്ട കേസായി എഴുതി തള്ളാൻ ശ്രമിച്ചു എന്നും അൻസിബയുടെ FB പോസ്റ്റ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, അൻസിബയുടെ FB പോസ്റ്റ് ഞാനും വായിക്കുകയുണ്ടായി. അത് 2 പോസ്റ്റുകളായിട്ടാണല്ലോ അവർ ഇട്ടിരിക്കുന്നത്. അതിൽ ഇവരിപ്പോൾ പറയുന്ന പാലാരിവട്ടം പോലീസ് ആഭ്യന്തരമന്ത്രിയോട് കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന്, അതിനെ സാധൂകരിക്കുന്ന ഒരു വീഡിയോയും അവർ പോസ്റ്റ് ചെയ്തതായി കാണുന്നത്. കാരണം ആഭ്യന്തരമന്ത്രിയെ അൻസിബ വിളിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രിയെ പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് മന്ത്രി തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ FIR ഇട്ടിട്ടുണ്ട് സാർ എന്ന് അവരോട് പറഞ്ഞതായി പറയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അൻസിബയ്ക്ക് പോലീസ് നൽകിയ പരാതി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു മറുപടിയുടെ ഒരു സ്ക്രീൻഷോട്ടും അവർ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അൻസിബ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട് എന്ന് തന്നെ തോന്നുന്നു. വിവരങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ശാമിലി. അൻസിബ പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും അൻസിബ പറയുന്നത് ആഭ്യന്തരമന്ത്രിയെ പാലാരിവട്ടം പോലീസ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അൻസിബ പറഞ്ഞത് തനിക്കെതിരെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോ അത് പുറത്തു വിടുന്നത് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് നിർത്തലാക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അൻസിബ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തരമന്ത്രിയെ അതിനുവേണ്ടിയാണ് താൻ കണ്ടത്. പക്ഷേ ആഭ്യന്തരമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാകട്ടെ ആഭ്യന്തരമന്ത്രിയോട് പറയുന്നത് അങ്ങനെയല്ല, നേരെ മറിച്ചാണ് ആഭ്യന്തരമന്ത്രിയോട് പോലീസ് പറയുന്നത്. അദ്ദേഹത്തോട് പറയുന്നത് ഇതെങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ നടക്കുന്നത്, പകരം ഇതിൽ FIR ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പായിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് പോലീസ് നൽകിയിരുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം പ്രസ് ക്ലബ്ബിലെ മാധ്യമപ്രവർത്തകരും തുഫാൻ വാരിയേഴ്സ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് അല്പനേരത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ഇതിനിടയിൽ തന്നെയാണ് അൻസിബയുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ പാലാരിവട്ടം പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് അൻസിബ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയോട് അൻസിബ പറഞ്ഞിരുന്നത് തനിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ അത് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു. ആ കാര്യം തന്നെയായിരുന്നു ആഭ്യന്തരമന്ത്രി വിളിച്ചു ചോദിച്ചതും. പക്ഷേ പോലീസ് ആഭ്യന്തരമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു പരാതിയായിരുന്നു അൻസിബയ്ക്കുണ്ടായിരുന്നത്. എന്തായാലും അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് ആഭ്യന്തരമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത്. ശാമിലി, ശരി, വ്യക്തമാണ്. സഹിനാണ് വിവരങ്ങൾ നൽകിയത്.